മലയാള ചലച്ചിത്ര മേഖലയുടെ അടിത്തറ ഇളക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പിന്നാലെ വന്ന തുറന്നു പറച്ചിലുകൾക്കപ്പുറം കുരുക്കിലായത് സിദ്ദിഖും മുകേഷും ജയസൂര്യയും ഇടവേള ബാബുവും അടക്കം നിരവധി നടന്മാരും സംവിധായകരും ഒക്കെയാണ്. 14 വർഷങ്ങൾക്ക് മുൻപ് താൻ നേരിട്ട ക്രൂരത തുറന്നു പറഞ്ഞുകൊണ്ട് നിയമത്തിനൊപ്പം മുന്നോട്ടു പോയ പരാതിക്കാരി ഇപ്പോൾ കേസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. തനിക്ക് സർക്കാരിൽ നിന്ന് വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. നടന്മാർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരുന്നു. എന്നാൽ കേസുകൾ നേരിടുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ജാമ്യത്തിലുമാണ്. പരാതി ലഭിച്ചവർക്കെതിരെ അന്വേഷണ സംഘം കേസുകൾ എടുത്തതോടെ എല്ലാവരും തന്നെ ഹൈക്കോടതിയെയും കീഴ്ക്കോടതിയെയും സമീപിച്ച് ജാമ്യമെടുക്കുകയായിരുന്നു. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നാണ് നടി അറിയിച്ചിരിക്കുന്നത്. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നുമാണ് നടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നടന്മാരായ മുകേഷ് MLA, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയായിരുന്നു നടി ആരോപണവുമായി രംഗത്ത് വന്നത്. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കെ മുകേഷ് അംഗത്വം വാഗ്ദാനം ചെയ്ത് മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി. എന്നാൽ 14 വർഷത്തിന് ശേഷം ആരോപണവുമായി വന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും തകർക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു മുകേഷ് കോടതിയിൽ ബോധിപ്പിച്ചത്. തന്നോട് 11 ലക്ഷം രൂപ ചോദിച്ച് ചാറ്റ് ചെയ്തതിനുൾപ്പെടെ രേഖകളും നടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഞാൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത്. എന്റെ ലക്ഷ്യം ഇനിയും പെൺകുട്ടികളോട് ആരും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത്. എന്നാൽ എനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഒരു മീഡിയ പോലും മുന്നോട്ട് വന്നെന്നെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് എല്ലാ കേസുകളും ഞാൻ പിൻവലിക്കുന്നു. പോക്സോ കേസ് കള്ളക്കേസാണെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീക്കെതിരെ അഥവാ അവളുടെ പുറകിൽ അവളെ ചെയ്യിപ്പിച്ചവരെ പിടിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. മീഡിയയ്ക്ക് പോലും അനക്കമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും സ്വയം പിന്മാറുന്നു എന്നാണ് നടി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ ഉയർന്ന പോക്സോ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ നടന്മാർക്കെതിരായ കേസിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പരാതിക്കാരി പറയുന്നത്. റിപ്പോർട്ടും ചർച്ചകളും ഒക്കെയായി വിവാദമായി നിന്ന കേസിൽ നിന്നാണ് നടി ഇപ്പോൾ പിന്മാറുന്നത്. കാര്യഗൗരവമായി അന്വേഷണം നടക്കേണ്ട കേസിൽ സർക്കാർ കാണിച്ച അനാസ്ഥയാണ് കേസിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണമായി പരാതിക്കാരി ചൂണ്ടിക്കാട്ടുന്നത്. നടിയുടെ പരാതിയിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതിന്റെ അരികിൽ വരെ എത്തിയിരുന്നു. പ്രതിപക്ഷമടക്കം മുകേഷിന്റെ രാജിക്കായി മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു. നടിക്കെതിരെ ബന്ധു കൂടിയായ യുവതിയാണ് ലൈംഗിക ചൂഷണ ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ തന്നെ ചെന്നൈയിൽ എത്തിച്ച് കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു ഇവരുടെ വെളിപ്പെടുത്തൽ. ഈ പരാതിയിൽ നടിക്കെതിരെ പോക്സോ അടക്കം ചുമത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ പരാതി ഉന്നയിച്ച ബന്ധുവായ യുവതിയുടെ പേര് വിവരങ്ങളും ചിത്രങ്ങളും അടക്കം നടി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചതിനെതിരെയും കേസുണ്ട്. കേസിൽ നിന്ന് നടി പിന്മാറിയാലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അന്വേഷണം നടത്തി കേസിൽ തീർപ്പ് വരുത്തേണ്ടി വരും. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് തന്നെയാണോ അതോ മറ്റ് ബാഹ്യ ഇടപെടൽ മൂലമാണോ പരാതിക്കാരിയുടെ ഇപ്പോഴുള്ള ഈ പിന്മാറ്റമെന്ന് വ്യക്തമല്ല. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുമെന്ന് കരുതിയെങ്കിലും തുടക്കത്തിലെ ആളിക്കത്തലിന് ശേഷം പൊടുന്നനെ തീ അണയുകയായിരുന്നു.